ശ്രീലേഖ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരൊരു റിട്ടയർഡ് IPS ഓഫീസർ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകത അവരിലില്ല. കാരണം ഒരു സാധാരണ സിറ്റിസൺ തന്നെയാണ് അവർ. PV രാജേഷിനെ സംബന്ധിച്ചിട്ട് എത്ര വർഷമായിട്ട് BJP എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. BJPക്ക് ഇപ്പോൾ ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് ശ്രീലേഖ IPS എന്ന് കൂടി നമുക്ക് പറയാണ്ടിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. BJPക്ക് ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയുണ്ട്. പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീലേഖ IPS ഇറങ്ങിയിട്ടുള്ള. എന്തിനാണ് മേയർ സ്ഥാനം? വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനെ പരാജയപ്പെടുത്താനായിട്ട് സാധ്യമല്ല എന്നുള്ളൊരു ഫാക്ട് ഒരു പക്ഷേ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മേയർ സ്ഥാനത്തേക്ക് ഇവരെ മാറ്റാനായിട്ട് പ്രധാനമായിട്ട് പങ്കുവഹിച്ചത് V മുരളീധരനും K സുരേന്ദ്രനുമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമുണ്ട്. ശ്രീലേഖ IPSനെ സംബന്ധിച്ച് അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന കുറച്ച് വോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് പാർട്ടിക്കകത്ത് BJP എന്ന പാർട്ടിക്കകത്ത് ഒരു പ്രശ്നം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ഉള്ളൊരു പ്രസ്താവന മാത്രമാണിത്. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥി ആയിക്കൊണ്ടായിരുന്നു ശ്രീലേഖയെ BJP ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ അതിനുശേഷം മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയറായിട്ട് VV രാജേഷ് കടന്നു വരുന്നു. അത് ശരിക്കും ശ്രീലേഖയെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സമീപനമാണോ BJP എടുത്തത്? ആരാണ് ശ്രീലേഖ എന്നാണ് BJPക്കാർ തന്നെ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ശ്രീലേഖ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരൊരു റിട്ടയർഡ് IPS ഓഫീസർ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകത അവരിലില്ല. കാരണം ഒരു സാധാരണ സിറ്റിസൺ തന്നെയാണ് അവരും. ഇവരുടെയൊക്കെ ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള കുറേ ആളുകൾ ഈ BJPക്കകത്തേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ എന്തോ ഒരു വലിയ സൂപ്പർ ഹീറോസ് ആണെന്നുള്ള ഒരു ധാരണയാണ്, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആകാൻ ശ്രമമാണ്. ആ ശ്രമം തന്നെയാണ് ഇവരെ രാഷ്ട്രീയക്കാര് അല്ലാണ്ടാക്കി മാറ്റുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചുകൊണ്ടിരുന്നത്, VV രാജേഷിനെ സംബന്ധിച്ചിട്ട് എത്ര വർഷമായിട്ട് BJP എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ VV രാജേഷ് നേടിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ ആ ഒരു ഡിവിഷൻ സ്ത്രീ സംവരണം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വാർഡ് മാറി മത്സരിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം വാർഡ് മാറിയതിനെതിരെ പോലും ആരോപണങ്ങളുമായിട്ട് ചില ആളുകൾ രംഗത്ത് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീലേഖ IPS നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് തികച്ചും അരാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 3 മാസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് BJP കൃത്യമായ രീതിയിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ BJP കൃത്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നും വട്ടിയൂർക്കാവിൽ K സുരേന്ദ്രനോ അതല്ല എങ്കിൽ ഈ ശ്രീലേഖ IPS മത്സരിക്കും എന്നൊക്കെയുള്ള ധാരണ ഇങ്ങനെ ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇടുത്തി പോലെ, അല്ലെങ്കിൽ BJPയെ നാണം കെടുത്തത്തക്ക രീതിയിൽ തന്നെ മത്സരിപ്പിച്ചത് മേയറാക്കാം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന് രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറയാനുള്ളൂ. BJP പോലും സ്വപ്നം കാണാതിരുന്നൊരു വിജയമാണ് BJPക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്നത്. ആ വിജയത്തിൽ അഭിമാനത്തോടു കൂടി ഒരു കൗൺസിലർ ആയിട്ടിരിക്കാനുള്ള മാന്യത കാണിക്കുകയല്ലേ ശ്രീലേഖ ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ജയിച്ച് ഉടനെ തന്നെ അവർ പോയിട്ട് കാണിച്ചത് എന്താണ്? PK പ്രശാന്തിന്റെ ഓഫീസ് പോയിട്ട് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം മേയർ ബ്രോയ്ക്ക് വട്ടിയൂർക്കാവിൽ എത്രത്തോളം സ്വീകാര്യതയുള്ളതാണ്. ആ സ്വീകാര്യതയൊക്കെ അവിടെ നിന്നുകൊള്ളട്ടെ. ഒരു കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ച ഉടനെ തന്നെ, മേയർ സ്ഥാനം ഏറ്റെടുത്ത ഉടനെ തന്നെ, കൗൺസിലറുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ വട്ടിയൂർക്കാവിൽ പോയിട്ട് MLA ഓഫീസ് ഒഴിപ്പിക്കാനായിട്ട് ഇവരാരാണെന്നേ? ഇവരൊരു കൗൺസിലർ അല്ലേ? ഈ കൗൺസിലർ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ അതേ ഡിവിഷനിലുണ്ടായിരുന്ന കൗൺസിലർ ആ നഗരസഭയുടെ കാര്യാലയത്തിൽ ഇരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഒരു സിസ്റ്റം ഇല്ലേ നമ്മൾക്ക്? ആ സിസ്റ്റം അനുസരിച്ചിട്ട് വേണം ഇവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടതാണ് കോർപ്പറേഷൻ മേയർക്കോ കോർപ്പറേഷൻ സെക്രട്ടറിക്കോ പരാതി നൽകുകയല്ലേ വേണ്ടത്. മറിച്ച് കോർപ്പറേഷനുമായിട്ട് കൃത്യമായിട്ട് എഗ്രിമെന്റ് വെച്ച് ഒരാള് അവിടെ MLA ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് നീതിബോധമാണത്? ഈ കീഴ്വഴക്കങ്ങൾ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ പറയുന്നതിൽ അത് കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇത്രയും വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥയല്ലേ അവർ തന്നെയാണല്ലോ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊക്കെ സങ്കടം തോന്നിപ്പോകുന്നത്. ഇവരൊക്കെ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്തെല്ലാമായിരിക്കും കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവുക? ഒരു ജസ്റ്റ് ഒരു MLA ഓഫീസിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു കീഴ്വഴക്കം എന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചുവെങ്കിൽ ഇവർ എത്രയോ കേസുകളിൽ സമാനമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടാവും. കാരണം നിയമങ്ങളോ അല്ലെങ്കിൽ നീതിബോധമോ ഒന്നുമില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഇപ്പോൾ ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് ശ്രീലേഖ IPS എന്ന് കൂടി നമുക്ക് പറയാണ്ടിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അതേ രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. BJPക്ക് വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന മണ്ഡലമാണ് നേമം എന്ന് പറയുന്നതും വട്ടിയൂർക്കാവ് എന്ന് പറയുന്നതും. അപ്പോൾ വട്ടിയൂർക്കാവിലൊക്കെ അത് വളരെ ശക്തമായ മത്സരം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്താണ് ഇടുത്തി പോലെ എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു BJPക്ക് ഇപ്പോൾ
കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയുണ്ട്. കാരണം 51 പേരുടെ പിന്തുണയൊക്കെ ഉണ്ട് BJPക്ക് എന്ന് പറയുന്ന സമയത്തും ഇവരൊരാൾ രാജിവെച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരുടെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇതേ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ഇതേ രീതിയിൽ കമന്റ് പറയാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് നാളെ ഒരു സുപ്രഭാതത്തിൽ രാജിവെക്കില്ല എന്നുള്ളത് എന്താണ് ഉറപ്പുള്ളത്? എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ മീഡിയോമാനിയ എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. മീഡിയോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ല, ഇത് സാധാരണ ഒരു അസുഖമൊന്നുമല്ല, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. കാരണം മീഡിയകളെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മീഡിയകളുടെ മുമ്പിൽ എപ്പോഴും തങ്ങളുടെ ഒരു പ്രസൻസ് ഇങ്ങനെ വെക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. കാരണം എല്ലാ ദിവസവും രാവിലെ ശ്രീലേഖ ഇത് പറഞ്ഞു. ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്ന പത്രക്കാരെ വേണം സമ്മതിക്കാനായിട്ട്. ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെ ഇവരങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ പറയണമായിരുന്നു. ഇവരാദ്യം തന്നെ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ പറയണമായിരുന്നു, ഞാനാണ് തിരുവനന്തപുരം സിറ്റിയുടെ മേയർ എന്ന്. ഇവർ തിരുവനന്തപുരം സിറ്റിയുടെ മേയർ ആയി കഴിഞ്ഞിരുന്നു എങ്കിൽ തന്നെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എത്ര പരിതാപകരമായി പോയ അവസ്ഥ. ഓരോ ദിവസവും വിഡ്ഢിത്തരങ്ങളും ട്രോളും കൊണ്ട് നിറയത്തില്ലായിരുന്നു തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ പെട്ട ഒരാളാണ് താനെന്ന് പറയാൻ പോലും പലരും മടിക്കുന്നൊരവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു. അത്രയ്ക്കും ദയനീയമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായേനെ. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് BJP ഇതുപോലത്തെ ഒരു തീരുമാനമെടുത്തത്. ശ്രീലേഖ വേണ്ട, രാഷ്ട്രീയ പ്രവൃത്തി പരിചയമുള്ള VV രാജേഷ് തന്നെ മേയറായാൽ മതി എന്നുള്ള തീരുമാനം എടുക്കാനായിട്ടുള്ള കാരണം അതാണ്. വേണമെങ്കിൽ ഇവർക്ക് ഡെപ്യൂട്ടി മേയറായിട്ട് ഇരിക്കാമായിരുന്നല്ലോ. ഡെപ്യൂട്ടി മേയറായിട്ടിരിക്കാനായിട്ട് ഇവരെ സമ്മതിക്കാതിരുന്ന ഇവരുടെ ഈഗോയാണ്. ഇവർക്ക് രാഷ്ട്രീയത്തിൽ എന്ത് പ്രവൃത്തി പരിചയമാണുള്ളത്? ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന മാതിരി, അല്ലെങ്കിൽ പോലീസ് സേനയിൽ ഇരിക്കുന്ന മാതിരി, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടായിട്ടിരിക്കുന്ന മാതിരിയൊക്കെയാണോ, അല്ലെങ്കിൽ ജയിൽ IG ആയിട്ടിരിക്കുന്ന മാതിരിയൊക്കെയാണോ ഒരു പൊതുജന ഭരണം എന്ന് പറയുന്നത്? അത് മാത്രമല്ല, സംഘടനാപരമായിട്ടും ഇവർക്ക് ഒരു പ്രവൃത്തി പരിചയം ഇല്ലല്ലോ. IPS ഓഫീസേഴ്സ് അസോസിയേഷന്റെ എങ്കിലും ഒരു ഭാരവാഹിയായിട്ട് ഇരുന്ന ഒരാളാണ് ശ്രീലേഖ IPS എങ്കിൽ ഇതൊക്കെ പറയുന്നതിൽ ന്യായമുണ്ട്. പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിക്ക് എന്തിനാണെന്നേ മേയർ സ്ഥാനം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീലേഖ IPS ഇറങ്ങിയിട്ടുള്ളത്, എന്തിനാണ് മേയർ സ്ഥാനം? ഇവർക്ക് മേയർ സ്ഥാനം എന്ന് പറയുന്നത് ഒരു അധികാരമാണ്, ഒരു പട്ടമാണത്. കാരണം ഞാൻ മേയറാണ്, ഞാൻ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ് എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഭ്യാസമാണിത്. ഞാനിന്ന് കാര്യം പറയട്ടെ. കാരണം കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറെ കേരളം കണ്ടിരിക്കുന്നത് എത്ര ബഹുമാനത്തോടു കൂടിയാണെന്നറിയാമോ? ആ ബഹുമാനമൊക്കെ ഒരു ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കല്ല ഇവരുടെ ഓരോ പ്രവൃത്തിയും പോകുന്നത്. എത്ര പരിഹാസിയായി ഇവർ MLA ഓഫീസിലേക്ക് കയറി ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ. അതിനുശേഷം പിന്നീട് അവർ പോയി മാപ്പ് പറഞ്ഞു. ഇത്രയും വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരാളല്ലേ, ഇത്രയും ലോകം കണ്ടേക്കുന്ന ഒരാളല്ലേ, എത്ര ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളൊക്കെ ഇതുപോലെ ചെയ്യുക, പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹം ഏത് രീതിയിലാണ് അംഗീകരിക്കാൻ വേണ്ടി പോകുന്നത്? അത് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിക്കഴിഞ്ഞാലും പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിലോ ഇനിയിപ്പം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയാണ്. ഇത് പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനെ പരാജയപ്പെടുത്താനായിട്ട് സാധ്യമല്ല എന്നുള്ളൊരു ഫാക്ട് ഒരു പക്ഷേ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവരെ സംബന്ധിച്ച് കുറച്ച് അക്കാഡമിക് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പോലീസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇവർക്ക് കിട്ടും. കാരണം പല ഉദ്യോഗസ്ഥന്മാരും സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വട്ടിയൂർക്കാവ് ഇവർക്ക് സുരക്ഷിതമല്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. ആ വട്ടിയൂർക്കാവ് സുരക്ഷിതമല്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് എങ്ങനെ ഒഴിഞ്ഞു മാറണമല്ലോ. ഇന്ന് രാവിലെ ഇപ്പോൾ K സുരേന്ദ്രന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, വട്ടിയൂർക്കാവ് ലഭിച്ചില്ല എങ്കിൽ പിന്നെ മത്സരിക്കാനില്ല എന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് അവർ പറയേണ്ടിയിരുന്ന മാധ്യമങ്ങളുടെ അടുത്തല്ല പറയേണ്ടിയിരുന്നത്. ഇവരിത് പറയേണ്ടിയിരുന്നത് പാർട്ടി ഫോറത്തിനകത്തായിരുന്നു പറയേണ്ടിയിരുന്നത്. നിങ്ങൾ എനിക്ക് മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ട് അത് തന്നില്ല, നിങ്ങൾ എന്നെ പറ്റിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയണമായിരുന്നു. പക്ഷെ അത് പറയാതെ മാധ്യമങ്ങൾക്കിടയിൽ വന്ന് ഇത് സംസാരിക്കുന്ന സമയത്ത് ഉദ്ദേശശുദ്ധി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മേയർ സ്ഥാനത്തേക്ക് ഇവരെ മാറ്റാനായിട്ട് പ്രധാനമായിട്ട് പങ്കുവഹിച്ചത് V മുരളീധരനും K സുരേന്ദ്രനുമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമുണ്ട്. VV രാജേഷിന് വേണ്ടിയിട്ട് K സുരേന്ദ്രനും V മുരളീധരനുമാണ് പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ കണ്ട് ഇടപെടലുകൾ നടത്തിയത് എന്നൊരു തോന്നൽ ഇവർക്കുണ്ട്, ശ്രീലേഖ IPSനുണ്ട്. അപ്പോൾ എങ്കിൽ വട്ടിയൂർക്കാവിലേക്ക് K സുരേന്ദ്രനെ കൂടെ മത്സരിക്കാൻ ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള രീതിയിലുള്ള ഡയലോഗാണ്. കാരണം ശ്രീലേഖ IPSനെ സംബന്ധിച്ച് അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന കുറച്ച് വോട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ മുന്നോടിയായിട്ട് പാർട്ടിക്കകത്ത് BJP എന്ന പാർട്ടിക്കകത്ത് ഒരു പ്രശ്നം സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് ഉള്ളൊരു പ്രസ്താവന മാത്രമാണിത്. ശ്രീലേഖ IPSനെ ആരും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. അവരെ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ VV രാജേഷ് കഴിഞ്ഞ ടൈമിലും അവിടെ കൗൺസിലറായിട്ട് ഉണ്ടായിട്ടുള്ള ആളാണ്. തിരുവനന്തപുരത്ത് ഒരുപാട് സമര
പോരാട്ടങ്ങളിലൊക്കെ മുന്നിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് വി വി രാജേഷ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വി വി രാജേഷ് അതിന് യോഗ്യനാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള ഈ പത്രപ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ അനവസരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ ജനസേവനം എന്ന് പറയുന്നത് മേയറായാലും മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഇല്ല എന്നുള്ള കാര്യം ആർ ശ്രീലേഖയെ പോലുള്ള റിട്ടയർഡ് IPS ഇനി രാഷ്ട്രീയ മോഹികളായിട്ടുള്ള അധികാരമോഹികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാനുള്ളൂ.